Good morning. Good morning. Good morning, Miss. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ an overview of health and hospital administration എന്ന് പറഞ്ഞതിന്റെ ലാസ്റ്റ് ഭാഗമായി അല്ലേ? ഇൻസിഡൻസ് കംപ്ലീറ്റ് ആയില്ലേ? ഇനി ചലഞ്ചസ് അല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തേ? എവിടെ വരെ എടുത്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ? ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസിഡൻസ് എടുത്തില്ലേ? നെക്സ്റ്റ് ചലഞ്ചസ് ആണ് അല്ലെ? ഓക്കെ ലാസ്റ്റ് ഭാഗമാണ് ചലഞ്ചസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഈ ചാപ്റ്റർ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. ഓക്കെ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ ചലഞ്ചസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനില് ജസ്റ്റ് ഫസ്റ്റ് നമുക്ക് കുറച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് തന്നിരിക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഓരോരോ ചലഞ്ചസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ഓരോരോ പോയിന്റ് ആയിട്ട് പേഷ്യന്റ് സർവീസ് ചലഞ്ചസ് ഏതാണ്, ഇന്റേണൽ ചലഞ്ചസ് ഏതാണ്, എക്സ്റ്റേണൽ ചലഞ്ചസ് ഏതാണ് നമ്മൾ പറയുന്നുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഉൾപ്പെടുന്നവ ഏത് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന രീതിയിൽ ചോദിച്ച് എപ്പോഴും ക്വസ്റ്റ്യൻ കണ്ടത് എക്സ്പാൻഡ് ചെയ്തല്ല ചോദിക്കുന്നത്. ഇതിലൊരു ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് എന്ന രീതിയിൽ ചോദിക്കും. അത് ഇമ്പോർട്ടന്റ് ഭാഗമാണ്. ആ പോയിന്റ്സ് ആണ് നോക്കേണ്ടത്. ഇത് ജസ്റ്റ് നിങ്ങളൊന്നൊരു ഇൻട്രൊഡക്ഷൻ പോലെ നമുക്കൊരു പൊതുവായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അത് അതിനനുസരിച്ചൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ചലഞ്ചസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് the technological progress in the field of medical sciences have overturned our social, economic and political policies and have provided the clinicians with newly discovered aids for diagnosis and treating illness. അപ്പോൾ നമുക്കറിയാം സാങ്കേതിക പുരോഗതികൾ പ്രത്യേകിച്ച് നമ്മുടെ ഒരു മെഡിക്കൽ സയൻസ് മേഖലയിൽ ഒരുപാട് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട് അല്ലെ? ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായിട്ടുള്ള ഒരുപാട് സാങ്കേതിക പുരോഗതി ഉണ്ടാവുന്ന ഒരു മേഖലയാണ് നമ്മുടെ മെഡിക്കൽ സയൻസ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഈ പറയുന്ന പോലെ പണ്ട് കാലത്തെ ഉണ്ടായിരുന്ന സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും പൊളിറ്റിക്കൽ പരമായിട്ടുള്ള എല്ലാ പോളിസികളെയും മറികടന്നുകൊണ്ട് പുതിയ പുതിയ ടെക്നോളജിക്കൽ സാങ്കേതിക വിദ്യകൾ കടന്നു വരുന്നതിലൂടെ അവിടെയുള്ള ക്ലിനിഷ്യൻസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്? പുതിയതായിട്ട് രോഗനിർണയം നടത്തുന്നതിന് വേണ്ടി പുതിയ പുതിയ ഉപകരണങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു അല്ലെ? ആൻഡ് ട്രീറ്റിംഗ് ഇൽനസ്, അതുപോലെ തന്നെ ചികിത്സയ്ക്കുമായി വേണ്ടിയിട്ട് അല്ലെ, നമുക്ക് ആ കൃത്യമായിട്ടുള്ള ചികിത്സകൾ നൽകുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ രോഗങ്ങൾ കണ്ടെത്തുന്ന അല്ലെങ്കിൽ രോഗനിർണയത്തിന് വേണ്ടിയിട്ടും പുതിയ പുതിയ എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ മറ്റു ഉപകരണങ്ങളായിക്കോട്ടെ ഇതെല്ലാം ഈ ഒരു ടെക്നോളജിക്കൽ പ്രോഗ്രസ് അല്ലെങ്കിൽ ഒരു സാങ്കേതികപരമായിട്ടുള്ള പുരോഗതിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഡോക്ടേഴ്സിന് നൽകാൻ സാധിച്ചത്. ഡിമാൻഡ് ഫ്രം clinicians and the community to provide newly discovered technological capabilities in the hospital and health service system. എന്താണ് പറയുന്നത്? ഒരു ക്ലിനീഷ്യൻസും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഡോക്ടേഴ്സ് ആയിക്കോട്ടെ നമ്മുടെ കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ ഒരുപോലെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് പുതിയതായിട്ട് വികസിപ്പിച്ചെടുക്കുന്ന ടെക്നോളജിക്കൽ ആയിട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ള ഉപകരണങ്ങളായിക്കോട്ടെ അതുപോലെ തന്നെയുള്ള സംവിധാനങ്ങളായിക്കോട്ടെ കൊണ്ടുവരിക. ഏത് മേഖലയില്? ഹെൽത്ത് ഹോസ്പിറ്റൽ മേഖലയില് അല്ലെങ്കിൽ ഹെൽത്ത് സർവീസ് അവർ നൽകുന്ന ആരോഗ്യ സേവനങ്ങൾ നൽകുന്ന സിസ്റ്റംസ് അല്ലെങ്കിൽ സംവിധാനങ്ങളിലൊക്കെ പുതിയതായിട്ടുള്ള കണ്ടെത്തലുകൾ അല്ലെങ്കിൽ പുതിയതായി കണ്ടെത്തിയിട്ടുള്ള സാങ്കേതിക വിദ്യകളും അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ കൊണ്ടുവരണമെന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ ഡോക്ടേഴ്സും ആവശ്യപ്പെടുന്ന എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. രണ്ട് പാരഗ്രാഫ് ആയിട്ട് രണ്ടെണ്ണത്തിലൊന്നും ഇത്രയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ടെക്നോളജിക്കൽ പ്രോഗ്രസ് അല്ലെങ്കിൽ സാങ്കേതിക പുരോഗതി എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ ഫീൽഡിലെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം പണ്ട് കാലത്തെ ഒരു ഹോസ്പിറ്റലിനെയും ഇപ്പോഴത്തെ ഒരു ഹോസ്പിറ്റലിനെയും നിങ്ങളൊന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ? ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും അല്ലെ? ചികിത്സാപരമായിട്ടുള്ള അവിടെ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളിലും എത്രത്തോളം വ്യത്യാസമുണ്ട് അല്ലെ? പണ്ട് രോഗനിർണയം നടത്തിയ രീതിയാണോ ഇപ്പൊ നടത്തുന്നത്?
ആണോ? പണ്ടത്തെ ഇത് തന്നെയാണ് ഇപ്പൊ ഫോളോ ചെയ്യുന്നത്? അല്ല, ഒരുപാട് പുതിയ പുതിയ എക്യുപ്മെന്റ്സും അതിനനുസരിച്ചുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ടെക്നോളജിക്കൽ പ്രോഗ്രസിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ് അല്ലെ? അങ്ങനെ ടെക്നോളജി വർദ്ധിക്കുന്നതിനനുസരിച്ച് അവിടെയുള്ള ഡോക്ടേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? രോഗനിർണയം നടത്താൻ പുതിയ പുതിയ ഉപാധികൾ കിട്ടുന്നുണ്ട് അല്ലെ? ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ചികിത്സ നൽകാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ ഉപകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഈ പറയുന്ന സാങ്കേതിക പുരോഗതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടേഴ്സ് ആണെങ്കിലും എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പുതിയതായി കണ്ടെത്തിയിട്ടുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മേഖലയില്, ഹോസ്പിറ്റൽ സർവീസ് കൊടുക്കുന്ന മേഖലയിലും അവരുടെ സംവിധാനങ്ങളിലൊക്കെ ഉൾപ്പെടുത്തുക എന്നുള്ളത്. മൂന്നാമത്തെ സെന്റൻസിൽ പറയുന്നത് ഇറ്റ് ഹാസ് ബീൻ നോട്ടഡ് ദാറ്റ് അറ്റ്ലീസ്റ്റ് half of the last decades rise in medical cost is imputable to high technology medicine, especially diagnostic and surgical procedures. നമുക്കറിയാം ലാസ്റ്റ് ഡിക്കേഡ്സ് ഒരു ദശാബ്ദ കാലത്തിന്റെ അവസാനത്തോളമായപ്പോ ഈ പറയുന്ന പുതിയ പുതിയ ടെക്നോളജി പരമായിട്ടുള്ള മെഡിസിൻസ്, എസ്പെഷ്യലി ഇപ്പൊ രോഗനിർണയവുമായി ബന്ധപ്പെട്ട് പുതിയ മെഡിസിൻസ് കൊണ്ടുവരാം അല്ലെങ്കിൽ പുതിയ ഉപകരണങ്ങൾ കൊണ്ടുവരാം. ഇപ്പൊ സർജിക്കൽ പ്രൊസീജിയറുമായിട്ടും അതുപോലെയുള്ള ഉപകരണങ്ങളോ മെഡിസിൻസോ കാര്യങ്ങളോ ഒക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഉയർന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ളതാണെങ്കിലും അവിടെ മെഡിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ? മെഡിക്കൽ പരമായിട്ടുള്ള ചിലവ് കൂടുതലല്ലേ? കൂടുതലാണോ? ഒരു ടെക്നോളജി അവിടെ സ്ഥാപിക്കുക അല്ലെങ്കിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ചിലവേറിയ ഒരു കാര്യം തന്നെയാണ് അല്ലെ? പുതിയ പുതിയ ഉപകരണങ്ങൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യണം, അതവിടെ ഇൻസ്റ്റാൾ ചെയ്യണം, അത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകളെ നിയമിക്കണം, ഒരുപാട് ചിലവുണ്ട് ഇതിനല്ലേ? അപ്പൊ അങ്ങനെയുള്ള ചിലവുകൾ വന്നാൽ പോലും in spite of high cost, the commercial firms and corporate bodies are launching the state of the hospital the newest medical technology with economic returns and are increasing. ഇവിടെ ഒരു ഹൈ കോസ്റ്റ് ആണ്, ഇത് കൊണ്ടുവരണമെങ്കിൽ നമുക്കൊരു ഉയർന്ന ചിലവുണ്ടെങ്കിൽ പോലും കൊമേഴ്ഷ്യൽ ഫേംസും അതുപോലെ കോർപ്പറേറ്റ് ബോഡിയൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മുടെ സ്റ്റേറ്റ് ഹോസ്പിറ്റലുകളില് ഇത് സ്ഥാപിക്കുന്നുണ്ട് അല്ലെ? പുതിയതായിട്ടുള്ള മെഡിക്കൽ ടെക്നോളജീസ് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവന്നാൽ ആ ഒരു സ്ഥാപനത്തിന് അതിൽ നിന്നും എക്കണോമിക് റിട്ടേൺസ് ഉണ്ടാവുമോ? സാമ്പത്തിക ലാഭം കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? അതായത് ഇത് നമ്മൾ അവിടെ കൊണ്ടുവരണമെങ്കിൽ ഹൈ കോസ്റ്റ് ആണ്. എന്നാൽ പോലും അങ്ങനെയുള്ള ഹൈ കോസ്റ്റ് ആയിട്ടുള്ള ഉപകരണങ്ങൾ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഇപ്പൊ മാക്സിമം നമ്മളൊരു ഗവൺമെന്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ നമുക്ക് മാക്സിമം കിട്ടാവുന്ന രീതിയിലുള്ള നല്ല ട്രീറ്റ്മെന്റുകളൊക്കെ കിട്ടുന്നുണ്ട് അല്ലെ? പണ്ട് കാലത്തെ അപേക്ഷിച്ച് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ നമുക്ക് കിട്ടുന്നില്ലേ? ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ അതേ രീതിയിൽ തന്നെ നിൽക്കുന്ന രീതിയിലുള്ള സർവീസുകൾ നമുക്ക് അവർ തരുന്നുണ്ട്. അതെന്തുകൊണ്ടാ? ഇതുപോലെയുള്ള കൊമേഴ്ഷ്യൽ ഫേംസോ വാണിജ്യ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബോഡിയോ ഒക്കെ സഹകരിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ഹൈ ടെക്നോളജി മെഡിക്കൽ ടെക്നോളജീസ് എന്ത് ചെയ്യുന്നു? അവിടെ കൊണ്ടുവരുന്നത് കൊണ്ടാണ്. അത് ഉയർന്ന ചിലവാണെങ്കിൽ പോലും ആ ഒരു ചിലവ് ആദ്യം അവർക്ക് കൊടുക്കേണ്ടി വന്നാൽ പോലും അത് പിന്നീട് വരുന്ന പേഷ്യൻസിൽ നിന്നും അവർക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട്? എക്കണോമിക് റിട്ടേൺസ് ആണ്, സാമ്പത്തികപരമായിട്ടുള്ള ഒരു ലാഭമായിട്ട് അവർക്ക് തിരികെ കിട്ടുന്നുണ്ട്. This proves the growing level of healthcare awareness among the people and utilization of such services by the people from the private sector to പൊതു സെക്ടറിലുള്ള അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലുള്ള ആളുകൾ വരെയും നമ്മുടെ ഈ സ്റ്റേറ്റ് ഗവൺമെന്റില് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ഉപയോഗിക്കാനായിട്ട് വരുന്നുണ്ട് അല്ലെ? ഇപ്പൊ നമ്മളൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ചെയ്യുന്ന ട്രീറ്റ്മെന്റും ഇതേ ട്രീറ്റ്മെന്റ് നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ചെയ്താൽ രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ലേ? കോസ്റ്റിൽ ഒരുപാട് വ്യത്യാസം വരില്ലേ? അതില്ലേ? നമ്മൾ എപ്പോഴും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലുമായിട്ടുള്ള സർവീസുകൾ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അല്ലെ? രണ്ടും തമ്മിൽ നമ്മുടെ കോസ്റ്റിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സർവീസുകൾ ഒരുപോലെ ആയിരിക്കാം, പക്ഷേ അവിടെ ഒരു കോസ്റ്റ് നമുക്ക് ചിലവാകുന്ന ആ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്, വ്യത്യാസമാണ്. അപ്പൊ എപ്പോഴും പ്രൈവറ്റ് സെക്ടറിൽ പോകുന്ന ആളുകൾ വരെയും നമ്മുടെ ഈ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സ്റ്റേറ്റിലുള്ള ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ സർവീസുകൾ ഉപയോഗിക്കാനായിട്ട് വരുന്നു. അതിലൂടെ
ഒത്തിരി ആളുകൾക്ക് ആരോഗ്യ ഹെൽത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട ഒരു ബോധവൽക്കരണം നടത്താനും നൽകാനും അവർക്ക് നല്ല രീതിയിലുള്ള സർവീസുകൾ കൊടുക്കാനും ഇങ്ങനെയുള്ള പുതിയ പുതിയ ടെക്നോളജീസ് നമ്മുടെ സ്റ്റേറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. അതിനനുസരിച്ച് അവർക്ക് ഒരു കോസ്റ്റ് ചിലവാകുന്നുണ്ടെങ്കിലും ഒരുപാട് ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അതിൽ നിന്ന് എന്തുണ്ടാവുന്നുണ്ട്, എക്കണോമിക് റിട്ടേൺസ് അല്ലെങ്കിൽ സാമ്പത്തിക ലാഭവും ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അത് എന്തിലൂടെയാണ്? ഇങ്ങനെയുള്ള പുതിയ പുതിയ ടെക്നോളജീസ് കൊണ്ടുവരുന്നതിലൂടെയാണ് ഒരു എക്കണോമിക് റിട്ടേൺസ് അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം ആ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ആൻഡ് ഇറ്റ് ഷോസ് ദാറ്റ് there is increasingly more and more supremacy by consumer rather than providers or procedures in medical practice. എപ്പോഴും നമ്മൾ ഇവിടെ ഇതിലൂടെ നമുക്ക് ശരിക്കും കാണുന്നത് എന്താണ്? എപ്പോഴും more and more supremacy, എപ്പോഴും സുപ്രീമസി അല്ലെങ്കിൽ ഒരു മേൽക്കോയ്മ അവിടെ ആർക്കാണ് ഹോസ്പിറ്റലിലുള്ളത്? കൺസ്യൂമറിനാണ്, അല്ലെ? അത് ഉപഭോക്താക്കൾക്കാണ് നമ്മൾ അവിടെ ആ ഒരു മേൽക്കോയ്മ അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ലാതെ അത് പ്രൊവൈഡ് ചെയ്യുന്ന ആ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയേഴ്സ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു മെഡിക്കൽ പ്രാക്ടീസ് അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന പ്രൊസീജിയർ ഇന്നതാണ്, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഹോസ്പിറ്റൽ ഇന്നതാണ് എന്നതല്ല അവിടുത്തെ പ്രാധാന്യം, അല്ലെ? എപ്പോഴും ആ ഒരു കൺസ്യൂമറിന് അല്ലെങ്കിൽ അവിടെ വരുന്ന ഉപഭോക്താക്കൾക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. സോ ഹോസ്പിറ്റൽ including to provide more and more structured services in one discipline or other rather than a holistic institution of health care with multidisciplinary medical team like ENT, eye, general surgery, etc., resulting it to be a profit-oriented business establishment. അപ്പോൾ നമുക്കറിയാം ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു വൈദ്യ പരിശീലനം മാത്രമല്ല നമ്മൾ കാണേണ്ടത്, അല്ലെ? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ പഠിച്ചാണ്, ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചില്ലേ? എപ്പോഴും ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഒറ്റൊരു സർവീസും, അതിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഡിപ്പാർട്ട്മെന്റുകൾ മാത്രമോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽസ് ഒരു സർവീസുകൾ മാത്രം, പേഷ്യൻസിന്റെ പരിചരണം മാത്രം നടത്തുന്ന അങ്ങനെയുള്ള സ്ഥാപനങ്ങളായിരിക്കുകയാണ് വേണ്ടത്. അല്ല, രോഗികളുടെ ചികിത്സ മാത്രമല്ല ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെ? അവരുടെ എല്ലാ തരത്തിലുമുള്ള ആസ്പെക്ട്സും, അല്ലെ? അവരുടെ മാനുഷികപരമായിട്ടുള്ള അവരുടെ മനുഷ്യരെ അവരുടെ ശരീരവുമായി ബന്ധപ്പെട്ട മാനസികവും സാമൂഹികവുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ചിന്താഗതിയിൽ അങ്ങനെയുള്ള ഒരു ആസ്പെക്റ്റിലുള്ള ഒരു കെയർ ആണ് അവിടെ ഒരു ഹോസ്പിറ്റൽ എന്ന നിലയിൽ ആ ഒരു പേഷ്യന്റിന് നൽകേണ്ടത്. അങ്ങനെയുള്ള ഒരു ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് പല ഡിപ്പാർട്ട്മെന്റുകൾ ഐയുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്, ENT, ജനറൽ സർജറി മുതലായിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥാപനങ്ങൾ ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലുകളായിട്ട് ഇവിടെ നിലവിലുണ്ടെങ്കിൽ പോലും അവിടെ അതൊരു ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആണോ? Resulting it to be a profit-oriented business establishment, അല്ലെ? ഒരു ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ബിസിനസ് സ്ഥാപനമായിട്ടല്ലേ നമ്മുടെ ഇന്നത്തെ ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നത്? അല്ലാതെ മറ്റുള്ള വരുന്ന പേഷ്യൻസിന് നല്ല രീതിയിലുള്ള പരിചരണം കൊടുക്കുക, അതിലൂടെ അവർക്ക് പൂർണ്ണമായിട്ടുള്ള മാനസികവും ശാരീരികവും സാമൂഹ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെന്റോ കെയർ കൊടുക്കുക എന്നാണോ അവിടെ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ മിക്ക ഹോസ്പിറ്റൽ എങ്ങനെയാണ്? ബിസിനസ് ഓറിയന്റഡ് ആണ്, അല്ലെ? അവർക്ക് ലാഭം ഉണ്ടാകുന്ന രീതിയിലുള്ള ലാഭാധിഷ്ഠിതമായിട്ടുള്ള ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റുകളായിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മാറുകയാണെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസിന് ഇമ്പോർട്ടൻസ് നമ്മൾ അവിടെ കൊടുക്കുന്നില്ല. മറിച്ച് എപ്പോഴും ഏതൊരു ഹോസ്പിറ്റലും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവിടെ വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് മുൻഗണന കൊടുക്കുകയും അവർക്ക് കൃത്യമായിട്ട് വരുന്ന ഓരോ പേഷ്യൻസിനും അവർക്കുള്ള ട്രീറ്റ്മെന്റ് മാത്രമല്ല, ചികിത്സ മാത്രം കൊടുക്കുന്ന ഒരു സ്ഥാപനമായി മാറാതെ എല്ലാ തരത്തിലുമുള്ള ടീമുകളെയും ഉൾപ്പെടുത്തി അവർക്ക് നല്ല രീതിയിലുള്ള മൊത്തത്തിൽ ടോട്ടൽ ആയിട്ടുള്ള അവരുടെ മൊത്തത്തിലുള്ള ആവശ്യകതകൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കെയർ കൊടുക്കുന്ന ഒരു സ്ഥാപനമാകുമ്പോൾ അതൊരു പ്രോഫിറ്റ് ഓറിയന്റഡ് ആയി മാറുന്നില്ല. അതേസമയം അല്ലാത്ത രീതിയിലായിട്ട് ഒരു ഹോസ്പിറ്റൽ പെരുമാറുമ്പോൾ ഈ ലാഭം മാത്രം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുമ്പോൾ അതൊരു ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് സ്ഥാപനമായി മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ പുതിയ പുതിയ രീതിയിലുള്ള പുരോഗതികള് അവിടെ കൊണ്ടുവരുമ്പോ അത് നല്ല രീതിയിലും കൊണ്ടുവരാം, അല്ലെ? നല്ല രീതിയിൽ പേഷ്യൻസിന് നല്ല രീതിയിൽ പ്രയോജനകരമാവുന്ന രീതിയിൽ കൊണ്ടുവരിക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ അവിടെ കൊണ്ടുവന്ന് അത് ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഏതൊരു സ്ഥാപനവും നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. കാരണം അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള
ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുവരണം അല്ലെ. അല്ലാതെ വെറുതെ ഒരു സർവീസ് കൊണ്ടുവരണം, ഒരുപാട് കോസ്റ്റിലാണ് സർവീസ് വേണ്ടതെങ്കിൽ ഒരു സാധാരണക്കാർക്ക് ചിലപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ ആ സർവീസുകൾക്ക് വേണ്ടി വരുന്ന ആളുകളുടെ എണ്ണവും കുറവായിരിക്കും. എപ്പോഴും ഒരു സർവീസ് പുതിയതായിട്ടുള്ള മോഡേൺ ടെക്നോളജീസ് കൊണ്ടുവരണം, അത് വളരെ അനിവാര്യമാണ്. അത് കൊണ്ടുവരുമ്പോൾ അത് എങ്ങനെയായിരിക്കണം, അത് കൊണ്ടുവരുന്ന അത് ഏതൊരു കമ്മ്യൂണിറ്റി ആണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്കത് കൊടുക്കാനും സാധിക്കുമ്പോഴാണ് ഈ ഒരു സ്ഥാപനം ഒരു ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു നല്ല പ്രോഫിറ്റ് ഓറിയന്റഡ് അല്ലാത്തൊരു സ്ഥാപനമായിട്ട് മാറുന്നത്. അങ്ങനെ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ആ സ്ഥാപനം നേരിടുന്ന ഒരു ചലഞ്ച് തന്നെയാണ്. ക്ലിയർ ആണോ ആ ഒരു പാരഗ്രാഫ്? ഇനി പറയണം മിസ്, ഇത് ജസ്റ്റ് ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാ പറയുന്നത്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. ഇനി വരുന്ന ഭാഗങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ അല്ലേ? റിപ്ലൈ ചെയ്തേ 1-2 പേര് മാത്രമേ ഇപ്പൊ റിപ്ലൈ ചെയ്യുന്നുള്ളൂ. ഓക്കെ ഓക്കെ, ഇനി വരുന്ന ഭാഗങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പേഷ്യന്റ് സർവീസ് ചലഞ്ചസ്, ഇന്റേണൽ ചലഞ്ചസ്, എക്സ്റ്റേണൽ ചലഞ്ചസ്, അങ്ങനെ 3 തിരിച്ചാണ് നമ്മൾ ആ ഒരു ചലഞ്ചസിനെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് പേഷ്യന്റ് സർവീസ് ചലഞ്ചസ്. ഇതിങ്ങനെ തന്നെ പഠിച്ചാൽ മതിയെ, ഇതിനെ എക്സ്പാൻഡ് ചെയ്തൊന്നും പഠിക്കണ്ട. ജസ്റ്റ് ഈ പോയിന്റുകൾ, അതായത് ഒരു പേഷ്യന്റ് സർവീസസ്, ഒരു പേഷ്യൻസിന് നമ്മൾ സർവീസ് കൊടുക്കും അല്ലെ, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിന് സർവീസ് കൊടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ ഹോസ്പിറ്റൽ ഫേസ് ചെയ്യുന്ന കുറച്ച് ചലഞ്ചസ് ഉണ്ട് അല്ലെങ്കിൽ വെല്ലുവിളികളുണ്ട്. അവരെ നേരിടുന്ന ചലഞ്ചസ് ഏതൊക്കെയാണ്? അപ്പൊ പേഷ്യന്റ് സർവീസ് ചലഞ്ചസിൽ ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഏതൊക്കെ എന്ന് ചോദിക്കാം. അപ്പൊ ഈ പറയുന്ന 3 പോയിന്റ്സ് ഏതെങ്കിലും ഉണ്ടാവും. അപ്പൊ ഓൾ ഓഫ് ദ എബോവ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണമാണെങ്കിൽ അത് മാത്രം നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. അല്ല എങ്കിൽ പേഷ്യന്റ് സർവീസ് ചലഞ്ചസിൽ ഇൻക്ലൂഡഡ് ആവാത്തവ ഏത്, അഥവാ അത് മാത്രമാണ് ഒരു ഓപ്ഷൻ ആണുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ എ ആൻഡ് ബി നോക്കാം, അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ മാത്രം എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ഈ 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നിർബന്ധമായിട്ടും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് പേഷ്യന്റ് സർവീസ് ചലഞ്ചസ് ഏതാണ്, ഇന്റേണൽ ചലഞ്ചസ് ഏതാണ്, എക്സ്റ്റേണൽ ചലഞ്ചസ് ഏതാണ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ പേഷ്യന്റ് സർവീസ് ചലഞ്ചസ്, അതായത് ഒരു വരുന്ന ഒരു പേഷ്യന്റിന് ഒരു സർവീസ് കൊടുക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കണം, ആ സർവീസ് നല്ല രീതിയിൽ കൊടുത്താൽ ആ പേഷ്യൻസ് എങ്ങനെയായിരിക്കും, സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ. അവർക്ക് എങ്ങനെ നല്ല രീതിയിൽ സർവീസ് കൊടുക്കാം, എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു സർവീസുകളുടെ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം, അതൊക്കെ ഇവർ ചെയ്തിട്ടുള്ള ഒരു വെല്ലുവിളിയാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്ന പോയിന്റ് ആണ് ക്വാളിറ്റി കെയർ. നല്ലൊരു ഗുണനിലവാരമുള്ള ഒരു പരിചരണം ഏതൊരു പേഷ്യന്റിനും നൽകുക അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉള്ള കെയർ അല്ല കൊടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവോ, ആ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവോ? ഇല്ല അല്ലെ, നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, നമുക്കറിയാവുന്ന ആളുകളോടൊക്കെ നമ്മൾ പറയും അല്ലെ, ആ ഹോസ്പിറ്റലിൽ പോകണ്ട കേട്ടോ, അവിടെ നമ്മൾ പോയിട്ട് നമുക്ക് അങ്ങനെയുള്ള നല്ല പരിചരണം ഒന്നും കിട്ടിയില്ല അല്ലെ, അങ്ങനെ ഞങ്ങളോട് മറ്റൊരാൾ പറഞ്ഞിട്ട് പോയതാണ്, പക്ഷെ എന്നാൽ പോലും ആ നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റോ കെയർ ഒന്നും നമുക്ക് കിട്ടിയില്ല എന്ന് നമ്മൾ പറയൂലേ. മറ്റൊരാളുകളോട് നമ്മൾ പറയില്ലേ, നമുക്ക് അങ്ങനെയാണ് ഒരു എക്സ്പീരിയൻസ് ഉള്ളതെങ്കിൽ പറയൂ. അപ്പൊ അങ്ങനെ വരാതിരിക്കേണ്ടത് ഇവരുടെ ഒരു ചലഞ്ചാണ്. അതായത് വരുന്ന പേഷ്യൻസിന് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പരിചരണം നൽകുക എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിൽ നേരിടുന്ന ഒരു ചലഞ്ചാണ്. അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കെയർ അല്ല കൊടുത്തിരിക്കുന്നതെങ്കിൽ പേഷ്യൻസ് എന്ത് ചെയ്യുന്നു, അതിനനുസരിച്ച് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. അതിനനുസരിച്ചുള്ള ഒരു കൺസ്യൂമേഴ്സിന്റെ അല്ലെങ്കിൽ അവരുടെ പേഷ്യൻസിന്റെ ആ ഒരു നല്ലൊരു റിലേഷൻഷിപ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കീപ്പ് ചെയ്യാനോ അതിനനുസരിച്ചുള്ള കൺസ്യൂമേഴ്സുകൾക്ക് വരുന്നതിലും ബുദ്ധിമുട്ട് വരും. അപ്പൊ എപ്പോഴും വരുന്ന ഓരോ പേഷ്യൻസിനും എല്ലാവർക്കും ഒരുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പരിചരണം അവിടെ നിലനിർത്തുക എന്നത് ആ ഹോസ്പിറ്റലിൽ നേരിടുന്ന ഒരു ചലഞ്ചാണ്. അങ്ങനെ നിലനിർത്തണം എന്നുള്ളത് ആ ഹോസ്പിറ്റലിൽ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. രണ്ടാമത്തെ കാര്യം പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. വരുന്ന എല്ലാ പേഷ്യൻസിനും ക്വാളിറ്റിയുള്ള കെയർ കൊടുക്കുക അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പരിചരണം കൊടുത്താൽ മാത്രമേ പേഷ്യൻസ് എന്ത് ചെയ്യുള്ളൂ, സംതൃപ്തരാവുകയുള്ളൂ അല്ലെ, സാറ്റിസ്ഫൈഡ് ആവുകയുള്ളൂ. മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവ്മെന്റ് പഠിച്ചില്ലേ, ചാപ്റ്റർ പഠിച്ചില്ലേ? പഠിച്ചുകൊണ്ടിരിക്കുകയാണോ അതോ കംപ്ലീറ്റ് ആയോ? പഠിച്ചു. അപ്പൊ അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ പേഷ്യൻസിനെ എപ്പോഴും സാറ്റിസ്ഫൈഡ് ആക്കി വിടണം. അങ്ങനെ ഓരോ പേഷ്യൻസും സംതൃപ്തരാവുക അല്ലെങ്കിൽ അവരെ സംതൃപ്തരാക്കി വിടുക എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിൽ നേരിടുന്ന ഒരു ചലഞ്ച് അല്ലേ, ഒരു വെല്ലുവിളിയല്ലേ. അപ്പൊ അങ്ങനെ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. മൂന്നാമത്തത് ന്യൂ ടെക്നോളജി.
പുതിയ പുതിയ സാങ്കേതിക വിദ്യകള് ആ ഹോസ്പിറ്റലിലെ പേഷ്യന്റ് സർവീസുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരിക. അപ്പൊ പുതിയ പുതിയ ടെക്നോളജീസ് എന്ത് ചെയ്യുക, പേഷ്യൻസിന് സർവീസുമായി ബന്ധപ്പെട്ട് അവരുടെ രോഗനിർണയവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ എന്താണ് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടൊക്കെ പുതിയ പുതിയ ടെക്നോളജീസ് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക. അത് കൃത്യമായിട്ട് ഓരോ അപ്ഡേഷൻ അനുസരിച്ച് അല്ലെ ഓരോ ചേഞ്ചസിനനുസരിച്ച് പുതിയ പുതിയ ടെക്നോളജീസ് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുക. പഴയകാല രീതിയിലുള്ള ടെക്നോളജി മാത്രം ഫോളോ ചെയ്യാതെ പുതിയ പുതിയ ടെക്നോളജീസ് കൊണ്ടുവരിക എന്ന് പറയുന്നതും ആ ഒരു ഹോസ്പിറ്റലിൽ നേരിടുന്ന ഒരു ചലഞ്ചാണ്. അടുത്തത് സർവീസ് എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ സേവനത്തിന്റെ വിപുലീകരണം എന്ന് വെച്ചാൽ നിലവിലുള്ള സർവീസുകളിലേക്ക് പുതിയ പുതിയ സേവനങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊണ്ടുവരിക. അല്ലെ ഇപ്പൊ ഹോസ്പിറ്റൽ ചില ഹോസ്പിറ്റൽ എല്ലാ സർവീസും കൊടുക്കുന്നവരുണ്ടാവില്ല. അപ്പൊ അവർ ഉള്ള സർവീസുകളെ അവിടെ നിലനിർത്തിക്കൊണ്ട് പുതിയ പുതിയ സർവീസുകൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഉള്ള സർവീസുകളെ തന്നെ കുറച്ചും കൂടി എന്ത് ചെയ്യുക, വിപുലീകരിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നതും ആ ഹോസ്പിറ്റലിൽ നേരിടുന്ന ഒരു ചലഞ്ചസ് ആണ്. അതുപോലെ ഓവർ ക്രൗഡിങ്, അമിതമായിട്ടുള്ള ഒരു ക്രൗഡിങ് അല്ലെങ്കിൽ ഒരു തിരക്ക് അല്ലെ ഒരു ഹോസ്പിറ്റല് പേഷ്യൻസിന് സർവീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് അമിതമായിട്ടുള്ള ഒരു തിരക്ക് വരികയാണെങ്കിൽ അതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നത് ആ ഹോസ്പിറ്റലുകാരാണ് അല്ലെ. ഇപ്പൊ ചില ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ കാണാറില്ലേ, ഡോക്ടേഴ്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്രൗഡ് ഉണ്ടാവും അല്ലെ. അതേസമയം ഇപ്പൊ പിന്നെയും ഹോസ്പിറ്റലുകാർ പറയാറുണ്ട് നമ്മളോട്, നമ്മൾ ഓൺലൈനായിട്ടൊക്കെ ബുക്ക് ചെയ്യും. ഇപ്പൊ കൂടുതൽ ഓൺലൈൻ ആയിട്ടല്ലേ നമ്മൾ ബുക്ക് ചെയ്യാറ്. ബുക്ക് ചെയ്യുമ്പോൾ പറയില്ലേ ഇത്ര നമ്മൾ ഡോക്ടറാണ് ഇന്ന സമയത്ത് വന്നാൽ മതി എന്ന് പറയാറുണ്ട് അല്ലെ. അവർ കൃത്യസമയമൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ആ ഒരു ക്രൗഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു അമിതമായിട്ടുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നതിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നതും ആ ഹോസ്പിറ്റലിൽ നേരിടുന്ന ഒരു ചലഞ്ചാണ്. അപ്പൊ പേഷ്യൻസിന് സർവീസുകൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തത് നല്ലൊരു ക്വാളിറ്റിയുള്ള കെയർ കൊടുക്കുക. രണ്ടാമത്തത് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി നിലനിർത്തുക. മൂന്നാമത്തത് പുതിയ പുതിയ ടെക്നോളജീസ് പേഷ്യന്റ് സർവീസുകളിൽ ഉൾപ്പെടുത്തുക. നാലാമത്തത് നിലവിലുള്ള സർവീസുകളിൽ പുതിയ പുതിയ സർവീസുകൾ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള സർവീസുകളെ തന്നെ വിപുലീകരിക്കാം. അഞ്ചാമത്തത് ഓവർ ക്രൗഡിങ്, അമിതമായിട്ടുള്ള തിരക്കുകളെ നിയന്ത്രിക്കുക. ഈ 5 കാര്യങ്ങളും പേഷ്യന്റ് സർവീസുമായി ബന്ധപ്പെട്ട് ഒരു ഹോസ്പിറ്റൽ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ആണ്. ക്ലിയർ ആണോ? ഈ 5 പോയിന്റ് വൈസ് തന്നെയാണ് കേട്ടോ ചോദിക്കാം. ക്ലിയർ ആണോ? പേഷ്യന്റ് സർവീസ് ചലഞ്ചസ് ചോദിക്കാനുള്ള ഭാഗമാണ്, ഇമ്പോർട്ടന്റ് ആണ്, എഴുതി വെക്കണം കേട്ടോ. അടുത്തത് ഇന്റേണൽ ചലഞ്ചസ് ആണ്. അതായത് ഒരു ഹോസ്പിറ്റലിനകത്ത് നമുക്ക് ഹോസ്പിറ്റലിനകവും അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ പ്രവർത്തനവുമായി ഹോസ്പിറ്റലിനുള്ളിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചലഞ്ചസ് ഉണ്ട്. അതാണ് ഇന്റേണൽ ചലഞ്ചസ് എന്ന് പറയുന്നത്. നോക്കിയേ, ഫസ്റ്റ് വൺ ആണ് ക്വാളിറ്റി മാനേജ്മെന്റ്. ഹോസ്പിറ്റലിലെ എല്ലാ മേഖലകളിലും ആ ഒരു ക്വാളിറ്റി നിലനിർത്തുക അല്ലെങ്കിൽ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിൽ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. രണ്ടാമത്തത് കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലവ് നിയന്ത്രണം, സാമ്പത്തിക പരിമിതികൾ. അതായത് ഒരു ഹോസ്പിറ്റലിലെ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ സാമ്പത്തിക പരിമിതികൾ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ചിലവ് നിയന്ത്രിക്കുക എന്നത് രണ്ടാമത്തെ ചലഞ്ചാണ്. മൂന്നാമത്തത് ലീഡർഷിപ്പ് മോട്ടിവേഷൻ. രണ്ടും ഒരുമിച്ച് പറയുന്നതാണ് കേട്ടോ. നല്ല രീതിയിൽ ഇപ്പൊ നമുക്കറിയാം അവിടെ ഒരുപാട് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആ സ്റ്റാഫുകൾ കൃത്യമായ ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുമ്പോൾ സൂപ്പർവൈസേഴ്സിനെ നിർത്തിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ കൃത്യമായ ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുമ്പോഴാണ് അവരുടെ കീഴിലുള്ള ആളുകൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് അല്ലെ. അതുപോലെ നല്ല രീതിയിലുള്ള മോട്ടിവേഷൻസ് അല്ലെങ്കിൽ പ്രചോദനങ്ങൾ കൊടുക്കണം അല്ലെ. നല്ല മോട്ടിവേഷൻസ് അല്ലെങ്കിൽ പ്രചോദനങ്ങൾ കൊടുക്കുമ്പോൾ അവിടെയുള്ള അതിന് കീഴിൽ മോട്ടിവേറ്റഡ് ആവുന്ന ജീവനക്കാർ എന്ത് ചെയ്യും, വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ ആരംഭിക്കും. അപ്പൊ അങ്ങനെ നല്ലൊരു ലീഡർഷിപ്പ് കൊടുക്കാൻ സാധിക്കണം. നല്ല രീതിയിലുള്ള ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻസ് അല്ലെങ്കിൽ പ്രചോദനം കൊടുക്കുക എന്ന് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നേരിടുന്ന ഒരു ചലഞ്ചാണ്. അതുപോലെ നെക്സ്റ്റ് വൺ ആണ് മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജീസ്. മോഡേൺ ആയിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജി, IT മുതലായിട്ടുള്ള പുതിയ പുതിയ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള സോഫ്റ്റ്വെയർസ്, അങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷൻ ടെക്നോളജി കാര്യങ്ങളെല്ലാം പുതിയതായിട്ടുള്ള ആധുനികപരമായിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജീസ് ആ ഒരു ഹോസ്പിറ്റൽ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുക. അതുപോലെ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. ഹോസ്പിറ്റൽ മേഖല എങ്ങനെയാണ്? എപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡാണ് അല്ലെ. ഒരു മത്സരം നടക്കുന്ന ഒരു മേഖലയല്ലേ.
ഓരോ ഹോസ്പിറ്റലുകളും തമ്മിൽ ഒരുപോലെയുള്ള ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. അവർ ആദ്യം സർവീസുകൾ ആര് കൊടുക്കും, അല്ലെങ്കിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ആര് കൊടുക്കും, ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു മേഖലയാണ് ഹോസ്പിറ്റൽ മേഖല എന്ന് പറയുമ്പോൾ. അപ്പൊ നമ്മുടെ മാർക്കറ്റിലെ ഏറ്റവും നല്ല രീതിയിൽ ഏത് അതായത് വിപണിയില് അല്ലെങ്കിൽ മാർക്കറ്റില് ഏറ്റവും നന്നായിട്ട് കോമ്പറ്റീറ്റീവ് ആയിട്ട് മറ്റുള്ള ഹോസ്പിറ്റലുകളെ അപേക്ഷിച്ച് അവരോട് മത്സരിച്ച് ഏറ്റവും ഉയർന്ന രീതിയിൽ നിൽക്കാനായിട്ട് ഈ ഒരു ഹോസ്പിറ്റലിന് ഒരു വെല്ലുവിളി തന്നെയാണത്. അപ്പൊ നല്ല രീതിയിൽ മികച്ചതായിട്ട് നിൽക്കണമെങ്കിൽ അവിടുത്തെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിലും അവർ മികവ് കാണിച്ചിരിക്കണം. അടുത്തത് പവർ ക്രൈസ്, ഒരു അധികാര ആവേശം. ഇപ്പൊ ചില ഹോസ്പിറ്റലുകളിലാണ് ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടായേക്കാം. അപ്പൊ സ്റ്റാഫുകൾ തമ്മിൽ ഒരു അധികാരത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാറുണ്ട്, പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട് ഇല്ലേ? ഞാനാണ് സീനിയർ ആയിട്ടുള്ള ആള്, എനിക്കാണ് ആ ഒരു പൊസിഷൻ കിട്ടേണ്ടത് എന്ന രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് സ്റ്റാഫുകൾക്കിടയിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതാണ് ഇവിടെ പവർ ക്രൈസ് അല്ലെങ്കിൽ ഒരു അധികാര ആവേശം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു പവർ ക്രൈസ് അല്ലെങ്കിൽ അധികാര ആവേശം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റാഫുകൾക്കിടയിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ കൃത്യമായിട്ട് ഓരോരുത്തരുടെയും യോഗ്യതയും അവരുടെ കഴിവുകളും മനസ്സിലാക്കി അതിനനുസരിച്ച് എന്ത് ചെയ്യുക, അവർക്ക് ഓരോ പൊസിഷൻസിലും അവരുടെ റെസ്പോൺസിബിലിറ്റീസ് വിതരണം ചെയ്ത് കൊടുക്കുക അല്ലെ. അവരെ ഓരോരുത്തരുടെയും ഓരോ പൊസിഷനിലേക്ക് അസൈൻ ചെയ്ത് നൽകുകയാണ്. അതായത് അവരുടെ ഇടയിൽ ആ ഒരു പ്രശ്നം തീർക്കണമെങ്കിൽ അതല്ലേ പറ്റുള്ളൂ അല്ലെ. നമ്മൾ തന്നെ എന്ത് ചെയ്യുക, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തന്നെ കൃത്യമായി ഓരോരുത്തരുടെയും കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ കഴിവുകളും അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള അധികാരങ്ങൾ ഓരോരുത്തർക്കും അവരുടെ അധികാരങ്ങളും ചുമതലകളും ഏൽപ്പിച്ചു നൽകുക. അപ്പൊ അത് അവിടെ സോൾവ് ചെയ്യാൻ പറ്റും അല്ലെ. അതുപോലെ മാൻ പവർ മാനേജ്മെന്റ്, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ജീവനക്കാർ ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് അല്ലെ. അപ്പൊ കൃത്യമായിട്ട് അവരുടെ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്ന് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റലിൽ നേരിടുന്ന ഒരു ചലഞ്ചാണ്. അടുത്ത വണ്ണാണ് ടെക്നോളജി മാനേജ്മെന്റ്. കൃത്യമായ രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക, അത് അപ് ടു ഡേറ്റ് ആയിട്ട് നിലനിർത്തുക, അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, അല്ലെങ്കിൽ റിപ്പയറിന്റെ കാര്യങ്ങൾ വേണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൽ നേരിടുന്ന ഒരു ചലഞ്ച് തന്നെയാണ്. അടുത്തതാണ് ഫിക്സഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു ഘടന നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളത്. ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറില് ആ ഒരു സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോവുക, എല്ലാ കാലവും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ആ ഒരു സ്ഥാപനം നേരിടുന്ന ഇന്റേണൽ ചലഞ്ചസിൽ വരുന്ന കാര്യമാണ്. ഇന്റേണൽ ചലഞ്ചസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു ഹോസ്പിറ്റലിൽ അകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിൽ നേരിടുന്ന ഒരു ചലഞ്ചാണ്. അങ്ങനെയൊന്ന് മനസ്സിലാക്കിയാലും മതി കേട്ടോ. അപ്പൊ ഇന്റേണൽ ചലഞ്ചസിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഹോസ്പിറ്റലിലെ എല്ലാ ഇടങ്ങളിലും നല്ലൊരു ക്വാളിറ്റി നിലനിർത്തുക എന്നുള്ളതാണ്. ആ ഒരു ക്വാളിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക, അതിനനുസരിച്ചുള്ള കൃത്യമായിട്ട് ഗുണനിലവാരം ഏതൊരു മേഖലയിലും ഹോസ്പിറ്റൽ ഏതൊരു വശം എടുത്താലും അവിടെ ക്വാളിറ്റി കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ നേരിടുന്ന ഒരു ചലഞ്ചാണ്. രണ്ടാമത്തത് ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പരിമിതികൾ മനസ്സിലാക്കുക, അതിനനുസരിച്ചുള്ള ചിലവ് നിയന്ത്രിക്കുക. മൂന്നാമത്തത് കൃത്യമായ ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വം അവരുടെ ജീവനക്കാർക്ക് നൽകുക, കൃത്യമായ മോട്ടിവേഷൻസ് പ്രചോദനങ്ങളും നൽകുക. അതുപോലെ മോഡേൺ ആയിട്ടുള്ള ആധുനികപരമായിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജീസ് ആ ഒരു ഹോസ്പിറ്റൽ പ്രവർത്തന മേഖലയിൽ കൊണ്ടുവരിക. കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലെ മത്സരാധിഷ്ഠിതമായിട്ട് മറ്റു ഹോസ്പിറ്റലിനോട് മത്സരിച്ച് നിൽക്കുന്ന രീതിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റൽ നേരിടുന്ന ഒരു ചലഞ്ചാണ്. അതുപോലെ പവർ ബേസ്, അധികാര ആവേശം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ടുള്ള അധികാരങ്ങൾ നൽകാതെ വരുമ്പോൾ അവരുടെ ഇടയിൽ സ്റ്റാഫുകൾക്കിടയിൽ പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചേക്കാം. അത് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. മാൻ പവർ മാനേജ്മെന്റ് അവരുടെ സ്റ്റാഫുകളുടെ എല്ലാ തരത്തിലുമുള്ള എംപ്ലോയീസിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക, നല്ല രീതിയിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോവുക. ടെക്നോളജി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യകൾ പുതിയതായിട്ടുള്ളത് കൊണ്ടുവരിക, അത് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകുക. ഫിക്സഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായിട്ടുള്ള സ്ഥിരമായ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു ഘടന നമ്മളവിടെ നിലനിർത്തി കൊണ്ടുപോകുക, അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരുത്തുകയല്ല. അതൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലൂടെ കൃത്യമായ ലെവൽസ് അനുസരിച്ച് കൃത്യമായ പ്രവർത്തനങ്ങൾ അനുസരിച്ച് ഓർഡറുകളും ചിട്ടയായിട്ടും അവർക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ ചലഞ്ചിൽ വരുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആണോ ഇന്റേണൽ ചലഞ്ചസ്?
റിപ്ലൈ ചെയ്തേ. ഓക്കെ. Then ലാസ്റ്റ് വരുന്നതാണ് എക്സ്റ്റേണൽ ചലഞ്ചസ്. എക്സ്റ്റേണൽ ചലഞ്ചസ് എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിന്റെ മായി ബന്ധപ്പെട്ട പൊതുവായിട്ടുള്ളത്, അതായത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റെഗുലേഷൻ. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിലത്തെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതാണ് എക്സ്റ്റേണൽ ചലഞ്ചസിൽ വരുന്നത്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റെഗുലേഷൻ, ഹോസ്പിറ്റലിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ബയോമെഡിക്കൽ വേസ്റ്റുകളുടെ കൃത്യമായിട്ടുള്ള മാനേജ്മെന്റ്, അതിന്റെ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ മുതലായ കാര്യങ്ങൾ കൃത്യമായിട്ട് അത് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിൽ നേരിടുന്ന ഒരു എക്സ്റ്റേണൽ ചലഞ്ച് ആണ്. രണ്ടാമത്തത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. അവിടെ വരുന്ന ഓരോ ഉപഭോക്താക്കളുടെയും സംരക്ഷണം നല്ല രീതിയിലുള്ള സേഫ് ആയിട്ട് ഉള്ള ഒരു എൻവയോൺമെന്റ് കൊടുക്കുക, അതിനനുസരിച്ചുള്ള അവരുടെ സേഫ്റ്റി അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടക്ഷൻ, ഉപഭോക്താക്കളുടെ ആ ഒരു അവകാശങ്ങൾ സംരക്ഷിക്കുക. മൂന്നാമത്തത് റൈറ്റ് ടു ഇൻഫർമേഷൻ. എന്താണ് റൈറ്റ് ടു ഇൻഫർമേഷൻ? വിവരാവകാശം, അല്ലെ? ഇപ്പൊ ഓരോ പേഷ്യൻസും ഇപ്പൊ പ്രൈവറ്റ് അല്ലെങ്കിൽ പബ്ലിക് ഹോസ്പിറ്റലുകളാണ് പ്രത്യേകിച്ചും ഓരോ വിവരങ്ങൾ അറിയാനുള്ള ഒരു ഇൻഫർമേഷൻ, ഒരു അവകാശം പേഷ്യൻസിനുണ്ട്, അല്ലെ? അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ള ഒരു റൈറ്റ് ഉണ്ട്, അല്ലെ? ഒരു അവകാശമുണ്ട്. ആ ഒരു അവകാശങ്ങളെ കൃത്യമായിട്ട് മാനിക്കുകയും അവർക്ക് അതിനനുസരിച്ചുള്ള ഇൻഫർമേഷൻസ് ലഭ്യമാക്കി നൽകുകയും ചെയ്യുക എന്നുള്ളത്. ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഓരോ ചികിത്സയുമായി ബന്ധപ്പെട്ട് ാവാം, ഏതൊക്കെ പ്രൊസീജിയേഴ്സ് അവർക്ക് ഓൾറെഡി ചെയ്തു, ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഒരു അവകാശം, വിവരങ്ങൾ അറിയാനുള്ള ഒരു അവകാശം പേഷ്യൻസിനുണ്ട്. അപ്പൊ ആ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് കൃത്യമായ ആവശ്യമായ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, അവരുടെ ആ ഒരു റൈറ്റ് നമ്മൾ ബഹുമാനിക്കുക, അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൽ നേരിടുന്ന ഒരു എക്സ്റ്റേണൽ ചലഞ്ചാണ്. അതുപോലെ ലീഗൽ ഇഷ്യൂസ് ആൻഡ് എത്തിക്കൽ ഫാക്ടേഴ്സ്. ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമപരമായിട്ടുള്ള വശങ്ങളുണ്ട്, എത്തിക്കൽ പരമായ കുറെ ആസ്പെക്ട്സുകളുണ്ട്, അല്ലെ? ഈ ഫാക്ടേഴ്സ് എല്ലാം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഹോസ്പിറ്റലിൽ നിലനിർത്തി കൊണ്ടുപോകുക എന്ന് പറയുന്നതും ആ ഒരു ഹോസ്പിറ്റലിൽ നേരിടുന്ന ഒരു ചലഞ്ചാണ്, അല്ലെ? അല്ലാത്ത പക്ഷം അവർക്ക് ലീഗൽ ആക്ഷൻസിലേക്ക് പോവേണ്ടത് അല്ലെങ്കിൽ നിയമ നടപടികൾ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ലോസും കാര്യങ്ങളും എത്തിക്കൽ പരമായിട്ടുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിയന്ത്രിച്ച് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നതും അവർ നേരിടുന്ന ഒരു ചലഞ്ചാണ്. നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക, നല്ലൊരു പൊതുജന സമ്പർക്കം നിലനിർത്തുക എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിൽ നേരിടുന്ന ഒരു എക്സ്റ്റേണൽ ചലഞ്ചാണ്. അതുപോലെ തന്നെ നല്ലൊരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, ഒരു രാഷ്ട്രീയ സ്വാധീനം, അല്ലെ? ഏത് വിഭാഗത്തിലാണ്, ഏത് ഏരിയയിലാണോ ആ ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്, ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നല്ലൊരു രാഷ്ട്രീയപരമായിട്ടുള്ള നല്ലൊരു സ്വാധീനം ആളുകളിൽ ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയും, നിലനിർത്തുക എന്നതും ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എക്സ്റ്റേണൽ ചലഞ്ചസിൽ വരുന്ന കാര്യങ്ങളാണ്. ഒരു എക്സ്റ്റേണൽ ചലഞ്ചസിൽ വരുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, അതുപോലെ അതിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. രണ്ടാമത് കൺസ്യൂമേഴ്സിന്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. മൂന്നാമത്തത് റൈറ്റ് ടു ഇൻഫർമേഷൻ, വിവരാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ പേഷ്യൻസിന് അവരുടെ ഓരോ കാര്യങ്ങളെ കുറിച്ചും അറിയാനുള്ള ഒരു അവകാശമുണ്ട്, അത് കൃത്യമായിട്ട് അവർക്ക് അത് ലഭ്യമാക്കി നൽകുക എന്നതിനുള്ളൊരു അതൊരു ചലഞ്ചാണ്. അതുപോലെ തന്നെ നിയമപരമായിട്ടും ധാർമ്മികപരമായിട്ടുള്ള വിഷയങ്ങള് അല്ലെങ്കിൽ ഘടകങ്ങളെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് അവർ നേരിടുന്ന ഒരു എക്സ്റ്റേണൽ ചലഞ്ചാണ്. അതുപോലെ തന്നെ നല്ലൊരു പബ്ലിക് റിലേഷൻ, പൊതുജന സമ്പർക്കം ഉണ്ടാക്കി വെക്കുക, അതുപോലെ നല്ലൊരു രാഷ്ട്രീയ സ്വാധീനം നിലനിർത്തുക എന്നതും ഒരു ഹോസ്പിറ്റലിൽ നേരിടുന്ന ഒരു എക്സ്റ്റേണൽ ചലഞ്ചസിൽ വരുന്ന കാര്യമാണ്. ക്ലിയർ ആണോ എക്സ്റ്റേണൽ ചലഞ്ചസ്? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് ലാസ്റ്റ് വരുന്നത് സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചലഞ്ചസ്. അപ്പൊ ഇങ്ങനെയുള്ള ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികൾ, ഒരുപാട് ചലഞ്ചസ് നമ്മൾ പറഞ്ഞു, അല്ലെ? ഈ ചലഞ്ചസിനെയൊക്കെ എങ്ങനെ നമുക്ക് നേരിടാം, ആ നേരിടുന്നതിന് വേണ്ടിയുള്ള സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങളാണ് താഴെ പറയുന്നവ. ഈ ഒരു ചലഞ്ചസ് ഒക്കെ ഇവർക്ക് നല്ല രീതിയിൽ ഈ ഒരു വെല്ലുവിളിയൊക്കെ നേരിട്ട് നല്ല രീതിയിൽ അതൊക്കെ മറികടന്ന് നല്ല രീതിയിൽ ആ ഹോസ്പിറ്റൽ മുന്നോട്ട് പോകണമെങ്കിൽ ചില സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങൾ അവരവിടെ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങളാണ് താഴെ പറയുന്ന ഓരോ കാര്യങ്ങളും. നിങ്ങൾക്ക് വായിക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ അവിടെ പറഞ്ഞ ആ ഒരു ചലഞ്ചസിന് നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ പോലെയാണ് ഇവിടെ പറയുന്നത്. നോക്കിയേ, ഒന്നാമത്തത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ്.
പുതിയ പുതിയ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ആധുനികപരമായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ പുതിയ കണ്ടെത്തലുകൾ നമ്മുടെ ആ ഒരു പേഷ്യൻസിന് സർവീസ് നൽകുന്ന രീതിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ കൊണ്ടുവരിക അല്ലെ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തത് പവർ ഷെയറിംഗ്. അധികാരങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പങ്കിട്ട് നൽകുക. അപ്പൊ അവിടെ ഒരു പവർ ക്രൈസ് ഉണ്ടാവില്ല, അധികാരത്തിനുള്ള ഒരു ആവേശം അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഓരോരുത്തരുടെയും യോഗ്യതയ്ക്കനുസരിച്ച് അവരുടെ എക്സ്പീരിയൻസിനനുസരിച്ച് അവർ കൃത്യമായിട്ട് ഓരോ ആളുകളെ കണ്ടെത്തുകയും അവർക്ക് അതിനുള്ള അധികാരങ്ങൾ പങ്കിട്ട് നൽകുകയും ചെയ്യും. അപ്പൊ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുമോ? ഇല്ല അല്ലെ. ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ അവിടെ സോൾവ് ആവുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തത് അവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്. ഇപ്പൊ നല്ല രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ലീഡർഷിപ്പോ മോട്ടിവേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്കൊരു നല്ല മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുന്ന എങ്ങനെയാ, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് അവാർഡുകൾ കൊടുക്കുക അല്ലെ. മിക്ക സ്ഥാപനങ്ങളിൽ നൽകാറില്ലേ, മാസത്തെ ഒരു മന്തിലെ നല്ല പെർഫോമർ ആരാണ്, അല്ലെങ്കിൽ ഒരു വർഷത്തിലെ നല്ല പെർഫോമർ ആരാണ്, അവർക്ക് അവാർഡുകൾ കൊടുക്കാറുണ്ട് അല്ലെ. ഇത് നല്ലൊരു മോട്ടിവേഷൻ ആണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു മോട്ടിവേഷൻസ് കൊടുക്കാം. അതുപോലെ തന്നെ നല്ല രീതിയിൽ ബെസ്റ്റ് പെർഫോം ചെയ്യാത്ത, അതായത് എത്രത്തോളം നമുക്ക് ഇതാക്കിയാലും ആ ഒരു പെർഫോമൻസോ കാര്യങ്ങളോ കാഴ്ചവെക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കാം, പണിഷ്മെന്റ് കൊടുക്കാം അല്ലെ. പണിഷ്മെന്റ് അല്ലെങ്കിൽ പീഡനങ്ങളോ ശിക്ഷകളോ ഒക്കെ കൊടുക്കാം. അപ്പൊ അങ്ങനെയുള്ള ചെയ്യുമ്പോൾ അവർ അടുത്ത പ്രാവശ്യം നല്ല ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യും, ചെയ്യാനായിട്ട് വർക്ക് ചെയ്യും. അതുപോലെയുള്ള അവാർഡ്സോ പണിഷ്മെന്റുകളോ കൊടുക്കാം. ഇൻക്രീസ് എഫിഷ്യൻസി. അതുപോലെ തന്നെ അവിടുത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യക്ഷമത നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുക. ആൻഡ് ഇംപ്രൂവ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് കെയർ. അവിടെ പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണവുമായി ബന്ധപ്പെട്ട് വളരെ സുരക്ഷ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തുക. അപ്പൊ വരുന്ന പേഷ്യൻസിന് വളരെ സേഫ് ആയിട്ടുള്ള പരിചരണവും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് നല്ല രീതിയിൽ അവരുടെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഡെവലപ്പ് മോഡേൺ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഒരു ആധുനികവൽക്കരിച്ചിട്ടുള്ള ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സംവിധാനങ്ങൾ വികസിപ്പിക്കുക. ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഹോസ്പിറ്റൽ സർവീസ്. ഹോസ്പിറ്റൽ സർവീസുകൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യുക. നിങ്ങൾ മാർക്കറ്റിംഗ് പഠിച്ചതല്ലേ, ചാപ്റ്റർ പഠിച്ചില്ലേ, മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചില്ലേ? അപ്പൊ പല രീതിയിൽ അല്ലെ, പല കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഹോസ്പിറ്റൽ സർവീസുകൾ മാർക്കറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. പൊതുജനങ്ങളിലേക്ക് ഒരുപാട് ആളുകളിലേക്ക് എത്താനും ആ സർവീസുകളിലേക്ക് അത് വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർവീസുകൾ ലഭ്യമാക്കാൻ വേണ്ടി ആ ഹോസ്പിറ്റലിലേക്ക് വരാനൊക്കെ വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് നല്ല രീതിയിൽ ചെയ്യുക. അതുപോലെ ലീഡർഷിപ്പ് മോട്ടിവേഷൻ. നല്ല രീതിയിലുള്ള നേതൃത്വങ്ങൾ നൽകുക, നല്ല രീതിയിലുള്ള മോട്ടിവേഷൻസ് അല്ലെങ്കിൽ പ്രചോദനങ്ങളും അവരുടെ ഓരോ സ്റ്റാഫുകൾക്കും നൽകുക. അവരെന്ത് ചെയ്യും, അതിനനുസരിച്ച് കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യും അല്ലെ. കരിയർ ഡെവലപ്മെന്റ്. അവിടുത്തെ ജീവനക്കാരുടെ കരിയേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുറെ അധികം കാര്യങ്ങൾ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നുണ്ട് ഓൾറെഡി റീഓറിയന്റേഷൻ ട്രെയിനിങ് ഫോർ സ്റ്റാഫ്. അവിടുത്തെ സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ട് അവരുടെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട അറിവും സ്കില്ലും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പരിശീലനങ്ങൾ നൽകുക. അതുപോലെ റീസ്ട്രക്ചറിങ്. ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ആ ഒരു ഘടനയെ പുനഃക്രമീകരിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരിക. ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റീസ്. അതായത് ഓരോ വ്യക്തികൾക്കും, അവിടെ സ്റ്റാഫുകളായിട്ടുള്ള ഓരോ വ്യക്തികൾക്കും അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്താണോ അത് വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി നൽകുക. അപ്പൊ വ്യക്തമായിട്ട് മനസ്സിലായാൽ പിന്നെ അവർക്ക് അത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും വരാതെ അവർക്ക് എന്ത് റെസ്പോൺസിബിലിറ്റി ആണോ കൊടുത്തിരിക്കുന്നത് ആ റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് ചെയ്യാനായിട്ട് അവർക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞ് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക എന്നതും ഒരു സ്ട്രാറ്റജിയാണ്. ഈ പറയുന്നതെല്ലാം ഈ ചലഞ്ചസിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നേരിടുന്നതിന് വേണ്ടിയുള്ള സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങളാണ്. ഒന്നാമത്തത് പുതിയ പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആധുനികവൽക്കരിച്ചിട്ടുള്ള ടെക്നോളജീസ് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകൾ പേഷ്യൻസിന് സർവീസുമായി ബന്ധപ്പെട്ടോ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടോ കൊണ്ടുവരിക. അതുപോലെ അധികാരങ്ങൾ പങ്കിട്ട് നൽകുക. അതുപോലെ കൃത്യമായിട്ടുള്ള അവാർഡുകളും അതുപോലെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാത്ത ആളുകളുടെ അവർക്ക് അതിനനുസരിച്ചുള്ള പണിഷ്മെന്റുകളും നൽകുക. അതുപോലെ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും നല്ലൊരു കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. പേഷ്യൻസിന്റെ സേഫ്റ്റിയും സുരക്ഷയും അതുപോലെ നല്ല രീതിയിലുള്ള പരിചരണവും മെച്ചപ്പെടുത്തുക. അതുപോലെ നല്ല മോഡേൺ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുക. ഹോസ്പിറ്റൽ സർവീസുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് നടത്തുക. നല്ല രീതിയിലുള്ള
പ്രചോദനങ്ങളും നല്ല രീതിയിലുള്ള ലീഡർഷിപ്പ് നേതൃത്വവും അവർക്ക് നൽകുക. അതുപോലെ തന്നെ അവരുടെ കരിയർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ അറിവും സ്കില്ലും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പരിശീലനങ്ങൾ നൽകുക. അതുപോലെ പുനഃക്രമീകരണങ്ങൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളിലും പുനഃക്രമീകരണങ്ങൾ നൽകുക. ഓരോ സ്റ്റാഫുകൾക്കും അവർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ചുമതലകളെ കുറിച്ച് കൃത്യമായിട്ട് വിശദീകരിച്ച് നൽകുകയും ചെയ്യുക. ക്ലിയർ ആണോ? സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചലഞ്ചസ്. ഓക്കെ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. An overview of health and hospital administration എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ സ്ട്രാറ്റജീസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയത് ഏത് എന്ന് മാത്രമേ ചോദിക്കുള്ളൂ കേട്ടോ. ഇൻക്ലൂഡഡ് അല്ലാത്തത് ആ രീതിയിൽ മാത്രമേ ചോദിക്കുള്ളൂ. ഈ ഒരു ഭാഗം നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ വരാറുള്ളൂ കേട്ടോ. മറ്റുള്ള ഭാഗങ്ങൾ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, അതിന്റെ ഫോർമുലാസ് കാര്യങ്ങളൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. പഠിക്കുന്ന സമയത്ത് തന്നെ മിസ് നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ചെയ്തിരുന്നോ? ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിന് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഫോർമുലാസ് നോക്കണം കേട്ടോ. ഫോർമുലാസ് എപ്പോഴും 1-2 ഫോർമുലാസ് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് അത് വിട്ട് കളയരുതേ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ചാപ്റ്റർ ആണ്, ചാപ്റ്റർ 10 ആണ്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ്. ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് മാത്രമല്ല, ഒരു OPD എക്സിക്യൂട്ടീവ്, അതുപോലെ ഒരു പേഷ്യന്റ് കൗൺസിലർ, അങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത്. ചെറിയൊരു ചാപ്റ്റർ ആണ്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ആദ്യമായിട്ട് പറയുന്നത്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഔട്ട് പേഷ്യന്റ് എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ, ഇവരൊക്കെ എങ്ങനെയാ ക്ലിനിക്കൽ ഡ്യൂട്ടീസ് ചെയ്യുന്ന ആളുകളാണ്, ചികിത്സാപരമായിട്ടുള്ള ഡ്യൂട്ടീസ് ചെയ്യുന്ന ആളുകളാണ് അല്ല അല്ലെ. നോൺ ക്ലിനിക്കൽ ജോബുകൾ ചെയ്യുന്ന ആളുകളാണ് അല്ലെ. അവർ പ്രധാനമായിട്ടും ഡയറക്റ്റ് പേഷ്യൻസിന്റെ കെയറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആളുകളാണ് ഇവര്. ആണോ? ഒരു ഡോക്ടറിനെയോ നഴ്സിനെയോ പോലെയോ അല്ല അല്ലെ. അവർ നോൺ ക്ലിനിക്കൽ ജോബുകൾ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഈ ഒരു നോൺ ക്ലിനിക്കൽ ഏതൊരു ഡിപ്പാർട്ട്മെന്റിലും ഇതുപോലെ 2 വിഭാഗവും വേണം അല്ലേ. ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ ഒരു കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എടുത്തു, അവിടെ ഈ ഒരു ഡോക്ടറോ നഴ്സോ മാത്രം മതിയോ? ക്ലിനിക്കൽ ജോബ് ചെയ്യുന്ന ആളുകൾ മാത്രം മതിയോ? പറ്റില്ല അല്ലെ. 2 കൂട്ടരും വേണം. നോൺ ക്ലിനിക്കൽ ജോബ് ചെയ്യുന്ന ആളുകളും വേണം, അല്ലാത്തവരും വേണം. എപ്പോഴും ഒരു നോൺ ക്ലിനിക്കൽ ജോബ് എന്ന് പറയുന്നത് നെസസറി ഫോർ എ മൾട്ടിറ്റ്യൂഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ ഓർ ഹെൽത്ത് കെയർ സെന്റർ. ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് സെന്റർ ആയിക്കോട്ടെ, മൾട്ടിറ്റ്യൂഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുള്ള ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ സെന്ററിലോ അവർക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിഭാഗമാണ് നോൺ ക്ലിനിക്കൽ ജോബുകൾ ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് അല്ലെ. ദീസ് അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് could you see you working in different departments in a hospital. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ഇവര് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവരുമായി ബന്ധപ്പെട്ട ഓരോരുത്തരെയും നമ്മൾ പഠിക്കുന്നു, അവരുടെ റെസ്പോൺസിബിലിറ്റിയും പഠിക്കുന്നു. അതാണ് ഈ ഒരു ചാപ്റ്റർ പ്രധാനമായിട്ടും വരുന്ന കാര്യം കേട്ടോ. അതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇത് മിക്ക ചാപ്റ്ററുകൾ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓൾമോസ്റ്റ് മിക്ക കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് അല്ലെ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ പ്രധാന റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നമ്മൾ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ ആണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ഭാഗം വളരെ എളുപ്പമാണ് കേട്ടോ. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയിരിക്കുന്നതാണ്. നോക്കിയേ, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റി ആണ് ആദ്യം നമ്മൾ നോക്കുന്നത്. Hospital administrators play an important role in overseeing the operations and management of a health care facility. ഒരു ആരോഗ്യ പരിചരണം നൽകുന്ന ഒരു ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നു, മേൽനോട്ടവും വഹിക്കുന്നതിനുള്ള ഒരു ചുമതല എന്ന് പറയുന്നത് ആർക്കാണ്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനാണ് അല്ലെ. ആ ഒരു പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഹോസ്പിറ്റൽ ഡാഷ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ അങ്ങനെ ചോദിക്കട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് play an important role in the overseeing the operations and management of the health care facility. ഒരു ആരോഗ്യ പരിചരണം നൽകുന്ന ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും മേൽനോട്ടം വഹിക്കുകയും കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതിനുമുള്ള ഒരു ചുമതല ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനാണ്.
ക്ലിയർ ആണല്ലോ. ഇനി അവരുടെ പ്രധാനപ്പെട്ട കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ആണ് താഴെ ഓരോ പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ആ ഓരോ പോയിന്റ് വായിക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് സ്ട്രാറ്റജിക് പ്ലാൻ. എന്ന് വെച്ചാൽ എന്താണ് സ്ട്രാറ്റജിക് പ്ലാനിങ്? എന്താണ് സ്ട്രാറ്റജിക് പ്ലാനിൽ ഉദ്ദേശിക്കുന്നത്? ആ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടുള്ള ഒരു ലോങ് തന്ത്രങ്ങളും ഗോൾസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ ഡെവലപ്പിംഗ് ലോങ് ടേം സ്ട്രാറ്റജീസ് ആൻഡ് ഗോൾസ് ഫോർ ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന് വേണ്ടി ദീർഘകാല അടിസ്ഥാനത്തിലുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുക, അതോടൊപ്പം തന്നെ ഒരു ഗോളുകൾ അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ ആ ഹോസ്പിറ്റലിൽ നേടിയെടുക്കേണ്ടതായിട്ടുള്ള ലക്ഷ്യങ്ങൾ കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വികസിപ്പിക്കുക, അതിനനുസരിച്ച് ലോങ് ടേം ആയിട്ടുള്ള സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യാനുള്ള ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനായിരിക്കും. ഈ ഇങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കൊണ്ടുപോട്ടെ. ആ ഒരു റെസ്പോൺസിബിലിറ്റി ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത്? അങ്ങനെയാണ് ഇപ്പൊ ചോദ്യങ്ങൾ കൂടുതൽ വരുന്നത്. ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? അപ്പൊ ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കണം. നോക്കിയേ, ഇപ്പൊ ഡാഷ് ആർ അക്കൗണ്ടബിൾ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ലോങ് സ്ട്രാറ്റജീസ് ആൻഡ് ഗോൾസ് ഫോർ ദ ഹോസ്പിറ്റൽ. ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ആരുടെയാണ്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനാണ്. പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റീസിൽ വ്യത്യാസമുണ്ട്, അപ്പൊ മനസ്സിലാവും കേട്ടോ. അപ്പൊ ഈ ഒരു റെസ്പോൺസിബിലിറ്റി ആരുടെയാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷനിൽ നിന്ന് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ആണോ അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് കൗൺസിലറുടെ ആണോ എന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയണം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് കേട്ടോ. അപ്പോ ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന് വരുന്നത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഉത്തരവാദിത്തമുള്ള ആളായിരിക്കണം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന് വേണ്ടി ലക്ഷ്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനും അതിനനുസരിച്ചുള്ള ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാനും അത് വികസിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനായിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ദിസ് കൺസിസ്റ്റ് ഓഫ് അനലൈസിംഗ് മാർക്കറ്റ് ട്രെൻഡ്സ്. അതെങ്ങനെയാണ് തന്ത്രങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ പ്ലാൻ ചെയ്യേണ്ടത്? അപ്പോ നിലവിലെ മാർക്കറ്റിലുള്ള ട്രെൻഡ്സ് എങ്ങനെയാണ് അല്ലെ? ഇപ്പൊ എല്ലാം ട്രെൻഡിനനുസരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മളൊരു ഡ്രസ്സ് വാങ്ങുന്നതും ട്രെൻഡിനനുസരിച്ചല്ലേ? ആണോ? അതെ. അപ്പൊ ഇവിടെയും ഹോസ്പിറ്റലും അതുപോലെ തന്നെയാണ്. മറ്റു ഹോസ്പിറ്റലും ഫോളോ ചെയ്യുന്ന ട്രെൻഡ് എന്താണോ ആ നിലവിലുള്ള ട്രെൻഡുകൾ മനസ്സിലാക്കി എന്തൊക്കെ കാര്യങ്ങൾക്കാണോ കൂടുതൽ ആവശ്യക്കാരുള്ളത് അതിനനുസരിച്ച് ആ കാര്യങ്ങൾ വിശദീകരിച്ച് വിശകലനം ചെയ്ത് ഐഡന്റിഫൈ ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ്. ആ ഹോസ്പിറ്റലിലെ സർവീസ് കൊടുക്കുന്ന ഏരിയാസിൽ മെച്ചപ്പെടുത്തൽ നടത്തേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഡിവൈസിംഗ് പ്ലാൻസ് ടു ഇംപ്രൂവ് ദ ഹോസ്പിറ്റൽ സർവീസ് ആൻഡ് ഓപ്പറേഷൻ. ഹോസ്പിറ്റലിലെ സർവീസുകളും പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തൽ നടത്തുന്നതിന് വേണ്ടിയുള്ള പ്ലാൻസ് അല്ലെങ്കിൽ പദ്ധതികളാണ് മനസ്സിലാക്കുകയും ആസൂത്രണം ചെയ്യേണ്ടത്. ഒരു സ്ട്രാറ്റജിക് പ്ലാനിലെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ലോങ് ടേം ആയിട്ടുള്ള സ്ട്രാറ്റജി അല്ലെങ്കിൽ തന്ത്രങ്ങളും അതുപോലെ ലക്ഷ്യങ്ങളും ഒരു ഹോസ്പിറ്റലിന് വേണ്ടി വികസിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. രണ്ടാമത് അങ്ങനെ ഒരു ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ അത് എങ്ങനെയായിരിക്കണം? കൃത്യമായി നിലവിലുള്ള മാർക്കറ്റ് ട്രെൻഡുകൾ എങ്ങനെയാണ് അത് വിശകലനം ചെയ്ത് അത് മനസ്സിലാക്കുകയും അതുപോലെ ഹോസ്പിറ്റൽ ഏതൊക്കെ മേഖലയിലാണോ ഇംപ്രൂവ്മെന്റ്സ് നടത്തേണ്ടത് ആ ഏരിയാസ് കണ്ടെത്തുകയും അതിനനുസരിച്ച് ഹോസ്പിറ്റൽ സർവീസുകളും പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പ്ലാൻസ് അല്ലെങ്കിൽ പദ്ധതികളാണ് രൂപപ്പെടുത്തേണ്ടത്. ക്ലിയർ ആണോ? സ്ട്രാറ്റജിക് പ്ലാനിങ് മനസ്സിലായോ? ഓക്കെ. രണ്ടാമത്തത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അല്ലെ. അഡ്മിനിസ്ട്രേറ്റേഴ്സ് സൂപ്പർവൈസ് ദ ഹോസ്പിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഓപ്പറേഷൻ. ഹോസ്പിറ്റലിന്റെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫിനാൻഷ്യൽ മറ്റ് സാമ്പത്തികപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യുക, ഒരു മേൽനോട്ടം വഹിക്കേണ്ടത് ഒരു അഡ്മിനിസ്ട്രേറ്റർ ആണ്. They work keenly with finance teams and to monitor revenue. ഈ ഒരു പോയിന്റ് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. They work keenly with finance teams to monitor revenue, control expenses, distribute resources in an effective manner and
എക്സ്പ്ലനേഷൻ ഒന്നും ചോദിക്കില്ലാണ്. ഫിനാൻഷ്യൽ ഇപ്പൊ ചിലത് ചോദിക്കാറ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസിൽ ഉൾപ്പെടുന്നവയേത് എന്ന് ചോദിക്കാം. അപ്പൊ ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ മാത്രമായിരിക്കും ചിലപ്പോൾ സ്ട്രാറ്റജിക് പ്ലാനിങ് മാത്രം ഉണ്ടാവുള്ളൂ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാത്രം ഉണ്ടാവുള്ളൂ, ഓപ്ഷൻസ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇതായിരിക്കും. അല്ല എങ്കിൽ ചോദിക്കാവുന്നത് ഡാഷ് വർക്ക് വിത്ത് ഫിനാൻസ് ടീംസ് ടു മോണിറ്റർ റവന്യൂ. ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന രീതിയിലാണ് ചോദിക്കുക കേട്ടോ. ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റി, ആ റെസ്പോൺസിബിലിറ്റി ആരുടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് എന്ത് വരും? ഒരു OPD എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റി ഇതല്ല, വ്യത്യാസമാണ്. അപ്പൊ രണ്ടും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ അത് ഇന്ന വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റണം. ക്ലിയർ ആയോ? അത് എന്താണ് ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരുന്നതെന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പൊ നോക്കിയ ഒരു പോയിന്റ് വിത്ത് ഫിനാൻസ് ടീംസ്, ഫിനാൻസ് ടീമുമായിട്ട് വളരെ ശ്രദ്ധാപൂർവം വർക്ക് ചെയ്യുകയും മോണിറ്റർ റവന്യൂ, ആ ഹോസ്പിറ്റലിലേക്കുള്ള വരുമാനം കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നു, അതിനനുസരിച്ച് കൺട്രോൾ എക്സ്പെൻസസ്, ചിലവ് നിയന്ത്രിക്കുന്നു, റിസോഴ്സസ് എഫക്റ്റീവ് നല്ല രീതിയിൽ ഫിനാൻഷ്യൽ റിസോഴ്സുകൾ കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നു. ആൻഡ് എൻഷുർ ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ, ആ ഒരു ഓർഗനൈസേഷന്റെ സാമ്പത്തികപരമായിട്ടുള്ള ഒരു ദൃഢത ഉറപ്പുവരുത്തുകയും ചെയ്യും. അപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ത് സൂപ്പർവൈസ് ചെയ്യണമെങ്കിൽ മേൽനോട്ടം വഹിക്കണം, ഹോസ്പിറ്റലിലെ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടോ ഫിനാൻഷ്യൽ സാമ്പത്തികപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ ഒരു മേൽനോട്ടം വഹിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തത് ഇവര് ഫിനാൻഷ്യൽ ടീമുമായിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, സഹകരിച്ചുകൊണ്ട് ശ്രദ്ധാപൂർവം വർക്ക് ചെയ്യുകയും അവിടെ റവന്യൂസ് വർദ്ധിച്ചു വരുന്ന വരുമാനങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, അതിനനുസരിച്ച് ചിലവുകൾ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ ഈ ഫിനാൻഷ്യൽ റിസോഴ്സുകൾ കൃത്യമായിട്ട് അതാത് വിഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യുക. അതിലൂടെയൊക്കെ നമ്മുടെ ആ ഒരു സ്ഥാപനത്തിന്റെ ആ ഒരു സാമ്പത്തികപരമായിട്ടുള്ള ഒരു ദൃഢത ഉറപ്പുവരുത്തുകയും ചെയ്യുക. ക്ലിയർ ആണോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? ഓക്കെ, അടുത്ത തേർഡ് വൺ ആണ് പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് സെറ്റ് അപ്പ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു കണ്ടക്ട് ദ ഓപ്പറേഷൻ ഓഫ് ദ ഫെസിലിറ്റി. ആ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റല് നല്ല രീതിയിൽ പ്രവർത്തനക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കൃത്യമായ പോളിസികളും പ്രൊസീജിയേഴ്സും ഒക്കെ ആര് സെറ്റ് ചെയ്യണം എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ എൻഷുർ compliance with legal and regulatory needs, encourage patient safety and maintain ethical standards within the hospital. അതായത് എൻകറേജ് കംപ്ലൈൻസ്, അതായത് കൃത്യമായിട്ട് ഓരോ സ്ഥാപനങ്ങളും ഒരു ഹോസ്പിറ്റല് പ്രത്യേകിച്ച് അവർക്ക് കുറെ നിയമപരമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെ, കുറെ നിയന്ത്രണങ്ങളും പാലിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ആ ഒരു സ്ഥാപനം പാലിക്കുന്നുണ്ടോ? അതുപോലെ പേഷ്യൻസിന്റെ സുരക്ഷ അവിടെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ മെയിൻറ്റെയിൻ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് വിത്തിൻ ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലെ ധാർമ്മികപരമായിട്ടുള്ള ഒരു നിലവാരം കൃത്യമായിട്ട് നിലനിർത്തുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതലയാണ്. പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ എന്തൊക്കെയാ പറയുന്നത്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഫെസിലിറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പോളിസികളും പ്രൊസീജിയേഴ്സും സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ രൂപീകരിക്കുക. അതുപോലെ തന്നെ അവരുടെ ലോസ് ആൻഡ് ലീഗൽ പരമായിട്ടും റെഗുലേറ്ററി പരമായിട്ടുള്ള കുറെ ആവശ്യകതകൾ അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ആ ഹോസ്പിറ്റൽ പാലിക്കേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ സുരക്ഷ പ്രോത്സാഹിപ്പിക്കുക. അതോടൊപ്പം ലാസ്റ്റ് പറഞ്ഞ എന്താ, ഹോസ്പിറ്റലിലെ ഒരു ധാർമ്മികപരമായിട്ടുള്ള ഒരു നിലവാരം അവർ കീപ്പ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് കൂടി ഉറപ്പുവരുത്തേണ്ടത് ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതലയാണ്. ഓക്കെ ആണോ? പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ഓക്കെ, അടുത്തത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അറിയാലോ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് സൂപ്പർവൈസ് ദ റിക്വയർമെന്റ്, ഹയറിംഗ് ആൻഡ് ട്രെയിനിങ് ഓഫ് സ്റ്റാഫ് മെമ്പേഴ്സ്. ഒരു മിനിറ്റ്.
ഓക്കെ മിസ് ഹ്യൂമൻ റിസോഴ്സ് ഫണ്ട് മാനേജ്മെന്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് നിഷ മാം വരും, കുറച്ച് കാര്യങ്ങൾ മാമിന് സംസാരിക്കാനുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് മാത്രമേ എക്സാമിന്റെ ഡേറ്റ് ഒന്നും ഫിക്സ് ആയിട്ടില്ല കേട്ടോ. പോർഷൻസ് കംപ്ലീറ്റ് ആവുന്നതിന് പറഞ്ഞായിരിക്കും ഡേറ്റും കാര്യങ്ങളും നിങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പൊ മാം വരുന്നുണ്ട്, അപ്പൊ ആരും ലീവ് ചെയ്ത് പോവരുത്, മാം ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മിസ് ഈ ഒരു ചാപ്റ്റർ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. Thank you, Miss. Hello, good afternoon. Good afternoon. Good afternoon. ഓ, കുറെ നാളുകൾക്ക് ശേഷമാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങൾ ഇന്ന് വിളിക്കും, നാളെ വിളിക്കും, മറ്റന്നാൾ വിളിക്കും എന്ന് പ്രതീക്ഷിച്ച് ക്ലാസ് തീരാറായപ്പോഴാണ് എനിക്കൊന്ന് കയറേണ്ടത്. ഞാൻ കയറി വന്നതാണ് അല്ലെ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പോയപ്പോ. പറഞ്ഞിരുന്നോ? എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഒന്ന് പറഞ്ഞേ. ആരുമില്ലേ പറയാൻ പറ്റിയത്? പറഞ്ഞോ? ഹലോ, പറഞ്ഞോ? സംസാരിക്കൂല ആരും? ഞാൻ ആരെങ്കിലും പേര് വിളിക്കണോ? എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറുന്ന ആരെങ്കിലും ഉണ്ടോ? ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലൊക്കെ കയറിയത് മുതൽ എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും? ഇൻട്രൊഡക്ഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല മിസ്. ഞാൻ അതൊക്കെ കഴിഞ്ഞാണ് പിന്നെ ജോയിൻ ചെയ്തത്. ഇപ്പൊ ഞാൻ യുഎഇയിൽ ആണ്, അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായില്ല. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തില്ലായെങ്കിലും ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന്റെ ഒരു റെക്കോർഡഡ് വീഡിയോ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ട് തന്നിരുന്നു. അത് കണ്ടായിരുന്നോ ഗ്രീഷ്മ? ഗ്രീഷ്മ മാത്രം സംസാരിച്ചുള്ളതുകൊണ്ട് ഗ്രീഷ്മനെ വിളിച്ചത്. കണ്ടായിരുന്നു. ഓക്കെ, ഞാൻ എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടില്ല. അതാണോ ഉദ്ദേശിക്കണേ? ഞാൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ. അന്ന് നമ്മളെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പോയപ്പോ പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട് റിഗാർഡിംഗ് എനി അതർ ഇഷ്യൂസ്, എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് ഒരു ഡൗട്ട് ഒക്കെ നിങ്ങൾക്ക് മലയാളികളെ പഠിപ്പിക്കുന്ന പോർഷൻ അല്ലാതെയുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരാനായിട്ട്, അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു കാര്യം സോൾവ് ചെയ്യാനായിട്ട് വന്നോളാം എന്ന് പറഞ്ഞു. എനിവേസ്, അല്ലെങ്കിൽ ഫോർച്ചുനേറ്റ്ലി ഭാഗ്യവശാൽ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് തോന്നുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചാലോ, അല്ലേ? അങ്ങനെയല്ലേ? അല്ലെ, നിങ്ങൾ വേറെ പ്രോബ്ലംസ് ഒന്നും ഫേസ് ചെയ്തിട്ട് ഡൗട്ട്സ് വരുമ്പോ നമ്മള് പിന്നെ അഡ്മിൻ അവരെ കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ അങ്ങനെ നമ്മളെ വിളിച്ചിട്ട് അങ്ങനെ ശല്യമൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ വിളിച്ച് നിങ്ങളെ ഇടയ്ക്കൊന്ന് കാണുക എന്നുള്ള ഉദ്ദേശത്തിൽ കൂടിയാണ് ഞാനന്ന് പറഞ്ഞത്. പക്ഷെ ആരും വിളിക്കാത്തത് കൊണ്ട് കുഴപ്പമില്ല, നിങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം പോയി. ആൻഡ് ഇപ്പൊ നമ്മളുടെ എന്താ പറയാ ക്ലാസ്സസ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആകാനായി, കുറച്ചുകൂടിയൊക്കെ ഉള്ളൂ എടുക്കാനായിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ജസ്റ്റ് നിങ്ങളെ കണ്ടേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് പോർഷൻസ് തീർന്ന് പെട്ടെന്ന് എക്സാം സ്റ്റഡി ലീവ് ഒക്കെ അതിലേക്കൊക്കെ പോകുമല്ലോ. അപ്പൊ പിന്നെ ആ തിക്കിലും തിരക്കിലും ചിലപ്പോൾ നമുക്കൊന്ന് കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് ഒന്ന് ടീച്ചറിനോട് ഇറങ്ങുമ്പോൾ പറയണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങളൊന്ന് കാണാൻ വെറുതെ കാണാൻ വന്നതാ, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. ക്ലാസ്സസ് ഒക്കെ നന്നായിരുന്നോ? കൊള്ളാം, നല്ല ക്ലാസ്സായിരുന്നു. നല്ല ക്ലാസ്സുകളായിരുന്നു, എല്ലാം ഇഷ്ടപ്പെട്ടു. നിങ്ങളൊക്കെ പഠിച്ചു വന്നിട്ട് എല്ലാം ലാസ്റ്റ് ആകുമ്പോ കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ടെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ ലാസ്റ്റ് ആകുമ്പോ കുറച്ച് സ്പീഡ്. ലാസ്റ്റ് ആവുമ്പോ
കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള ഭാഗമാണ് തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂള്. ഒബ്വിയസ്ലി അത് ഇത്തിരി ടഫ് ആണ് താനും. പിന്നെ കുറച്ചുകൂടി ഇങ്ങനെ സ്പീഡിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതാണ്. നിങ്ങൾക്കപ്പോ ഇത് എടുക്കാൻ പറ്റുന്നുണ്ട് എങ്കിലും കുഴപ്പമില്ല. കാര്യം നമ്മൾ അതിന്റെ എന്താണ് ബുക്കിലുള്ളത് അതൊക്കെ കുറച്ചൊന്ന് വായിച്ചു നോക്കണം. 1-2 പ്രാവശ്യമൊക്കെ വായിച്ചു നോക്കി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം വായിക്കാതെ 2-3 പ്രാവശ്യം വായിച്ചു നോക്കിയതിന് ശേഷം മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് കാണാതെ ആൻസർ കൊടുത്തിട്ട് എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാം. ഓക്കെ, അപ്പൊ നിങ്ങൾ കൃത്യമായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. ഏകദേശം എല്ലാ ചാപ്റ്റേഴ്സും തീർന്നോ? 4th മൊഡ്യൂളില് ഇനി ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ബാക്കി നിൽക്കുന്നത് ഏതാണെന്ന് പറയാമോ? ഇനി ഒരു 4 ചാപ്റ്റർ ബാക്കിയുണ്ട്. സ്റ്റാർട്ട് ചെയ്തു. ഒട്ടും എടുക്കാത്ത ആ 4 ചാപ്റ്റർ ഒന്ന് പറയാമോ? ഒന്ന് മെഡിക്കൽ ഇൻഷുറൻസ്, മെഡിക്കൽ എക്യുപ്മെന്റ്, പിന്നെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക്. അത് അതെ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ മിസ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മിസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതെ അതെ. പിന്നെ ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് ഉണ്ടല്ലോ, അത് തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ദാറ്റ് മീൻസ് 4 ചാപ്റ്റർ ബാക്കിയുണ്ട്. മെഡിക്കൽ ഗ്യാസ്, മെഡിക്കൽ എക്യുപ്മെന്റ്, മെഡിക്കൽ ഇൻഷുറൻസ്, HIS ബേസിക് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, ഈ 4 ബാക്കിയുണ്ട്. റെസ്പോൺസിബിലിറ്റി ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്രയും പോർഷൻസ് ഉള്ളൂ. എല്ലാവരും ഒന്ന് നോക്കുക. എല്ലാം നിങ്ങൾക്ക് എടുത്തിട്ട് തന്നിട്ടുണ്ട്, തീർന്നിട്ടുണ്ടത് കൺഫേം ചെയ്യുക. അതല്ലാതെ നമ്മളിപ്പോ ലാസ്റ്റ് ക്ലാസ് ആണെന്ന് ടീച്ചേഴ്സ് ചിലപ്പോ മനുഷ്യരല്ലേ, എന്തെങ്കിലുമൊക്കെ മിസ്സായി പോയാലോ, പോകുന്നല്ല അങ്ങനെയല്ല. പക്ഷെ എങ്കിലും മനുഷ്യന്മാരാണ്. നമ്മൾ ഇത്രയും ടീച്ചേഴ്സ് തമ്മിൽ ആണ് എന്താ പറയാ അവർക്ക് കൊടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇൻഡിവിജ്വലിൽ ഏതെങ്കിലും ഒരെണ്ണം ഇന്ന ടീച്ചർ എടുത്തിട്ടുണ്ടാവും. അവരവരുടെ ടോപ്പിക് എന്തൊക്കെയാ എടുക്കുന്നത് അവരവർ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും മനുഷ്യരല്ലേ, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ നമ്മുടെ എക്സാം ഡിക്ലെയർ ചെയ്തു, എക്സാമിന്റെ സ്റ്റഡി ലീവ് വരുമ്പോഴാണ് പറയണമെങ്കിൽ ഭയങ്കര പാടായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും അന്നേരം. അപ്പൊ അതൊക്കെ ഒന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ അതൊന്നും നോക്കുക. എല്ലാം ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ടീച്ചേഴ്സ് പറയുന്നതും കാര്യം അതൊന്ന് കൺഫേം നിങ്ങളും അവരും കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാനപ്പോ അവിടെ എഴുതി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഏത് ചാപ്റ്റേഴ്സ് അതിന് പെൻഡിങ് ഉള്ളത്, എടുക്കാനുള്ളത് ഏതൊക്കെയാണെന്ന് എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് നിങ്ങളോടുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലും വന്നത്. കാരണം ഇത്തിരി മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാൻ പാടില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഈ 4 ചാപ്റ്റേഴ്സ് ഒരു എടുത്തോളും. അതിന്റെ സമയം കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ച് എടുത്ത് തീർക്കും. 5ാമത്തെ ഒരു ചാപ്റ്റർ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റിയതിലും ഞാൻ ആ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഒരു വർധന തന്നിട്ടുണ്ടായിരുന്നു. ടീച്ചേഴ്സ് ഒക്കെ കൃത്യമായിട്ട് അവരവരുടെ ക്ലാസ്സുകൾ നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന വിധത്തിൽ എടുത്തു തരുമെന്ന് ഒരു ഗ്യാരണ്ടി ഞാൻ അന്ന് ഇൻട്രോയിൽ വന്നു. എന്റെ ആ ഒരു ഗ്യാരണ്ടിയിലായിരിക്കും കുറെ പേരൊക്കെ എന്താ പറയാ കൺവിൻസ്ഡ് ആയത് അല്ലെ. കൺവിൻസ്ഡ് ആയത് അപ്പോഴായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത സമയത്ത് പൈസ അടച്ചപ്പോഴൊക്കെ ഉള്ള ചില ഡൗട്ട്സ് ഒക്കെ ചിലപ്പോൾ ക്ലിയർ ആയതും അല്ലെങ്കിൽ നമുക്ക് അത് ബോധ്യമായതും ആ ക്ലാസ്സുകൾ ഞാൻ അന്ന് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി. പക്ഷെ അത് കാര്യങ്ങൾ ശരിയാവണമെന്ന് നിർബന്ധമില്ലല്ലോ. അതുകൊണ്ട് ക്ലാസ്സുകൾ കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും ആ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എന്ന്. ഓക്കെ, അപ്പൊ എക്സാമിന്റെ ഡേറ്റ് നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്കിൽ ഒക്കെ കിട്ടുള്ളൂ. കാരണം ഈ ഒരു ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ എടുക്കാനായിട്ട്. അത്രയും കൂടി തീർന്നു കഴിയുമ്പോൾ അടുത്ത ആഴ്ച ലാസ്റ്റ് വീക്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ടൈം ടേബിളും സ്റ്റഡി ലീവിന്റെ ടൈപ്പ് ഒക്കെ തരും. ഓക്കെ, അപ്പൊ അതനുസരിച്ച് ചെയ്യാം. അപ്പൊ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ കോഴ്സ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഞാൻ എന്റെ വാക്ക് പാലിച്ചു. നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ പാലിക്കുക. മീൻസ് നല്ല രീതിയിൽ പഠിക്കാം, നല്ല റിസൾട്ട് കൊടുക്കുക, നല്ല രീതിയിൽ എവിടെയെങ്കിലും പെട്ടെന്ന് ജോലിയും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. ഇനി ചിലപ്പോ കാണാൻ പറ്റിയെന്ന് വരില്ല. ഇനി ചിലപ്പോ നമ്മൾ കാണുന്നത് ചിലപ്പോ എപ്പോഴായിരിക്കും? മേ ബി കോൺവൊക്കേഷൻ. യെസ്, മേ ബി കോൺവൊക്കേഷനിലായിരിക്കും നമ്മൾ മീറ്റ് ചെയ്യുള്ളൂ. സോ അതുവരേക്കും ബൈ. ഓക്കെ, ലവ് യു ആൾ. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you.